കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു മെട്രിക്സിൻ്റെ അഡ്ജോയിൻറ്റ് കാണാനും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചു. അഡ്ജോയിൻറ്റ് അതായത് കോഫാക്ടർ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസിനെ അറിയപ്പെടുന്ന അഡ്ജോയിൻറ്റും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അപ്പോൾ ഈ ക്ലാസ് നമ്മൾ പഠിക്കുന്നത് മെട്രിക്സ് ഡിറ്റർമിനൻസ് ഉപയോഗിച്ചുകൊണ്ട് ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നതാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. ട്രയാങ്കിളിൻ്റെ ഏരിയ കാണുന്നതാണ്. ഡിറ്റർമിനൻ്റ് ഉപയോഗിച്ചുകൊണ്ട് ഏരിയ കാണുന്നതാണ്. ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അതായത് എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എ x1 y1, ബി x2 y2, സി x3 y3 എന്ന് വിളിക്കും. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് എ x1 y1, ബി x2 y2, സി x3 y3. എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. എ x1 y1, ബി x2 y2, സി x3 y3. അപ്പോൾ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിൾ വെർട്ടീസസ് എ x1 y1, ബി x2 y2, സി x3 y3. അങ്ങനെ 3 വെർട്ടീസ് ഉണ്ട്. അങ്ങനെ ട്രയാങ്കിളിൻ്റെ ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1, x3 y3 1. ഹാഫ് പകുതി ഏത് ഡിറ്റർമിനൻറ്റ് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1. ഫസ്റ്റ് വെർട്ടെക്സ് അങ്ങ് എഴുതണം. x1 y1 അപ്പുറത്തൊരു 1 ഇടണം. അടുത്ത x2 y2 രണ്ടാമത്തെ വെർട്ടെക്സ് അപ്പുറത്തൊരു 1 ഇടണം. അടുത്ത x3 y3 അപ്പുറത്ത് 1 ഇടണം. അപ്പോൾ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1, x3 y3 1. അപ്പോൾ ഏരിയ ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1, x3 y3. അതായത് ആദ്യത്തെ വെർട്ടെക്സ് അങ്ങ് എഴുതണം. x1 y1 അപ്പുറത്ത് 1, അടുത്ത x2 y2 എഴുതണം അപ്പുറത്ത് 1, അടുത്ത x3 y3 എഴുതണം അപ്പുറത്ത് 1. അപ്പോൾ ഹാഫ് ഇൻറ്റു x1 y1 1, x2 y2 1, x3 y3 1. ട്രയാങ്കിൾ ഏരിയ കാണാനുള്ള ഇക്വേഷൻ മനസ്സിലായി. ഇനി 3 പോയിന്റ് ലീനിയർ. അടുത്ത എ ബി സി എയും ബിയും സിയും 3 പോയിന്റ് കൊളീനിയർ ആണ് പ്രൂവ് ചെയ്യുന്നതാണ്. 3 പോയിന്റ് എയും ബിയും സിയും കൊളീനിയർ ആണെങ്കിൽ ഈ ഏരിയ കണ്ടുപിടിക്കണം. അത് 0 എന്ന് കിട്ടണം. ആ 3 വെർട്ടീസ് ഉൾപ്പെടുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആണെങ്കിൽ ആ 3 പോയിന്റ് എയും ബിയും സിയും കൊളീനിയർ ആയിരിക്കും. അപ്പോൾ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ വേറെ ഒന്നും ചെയ്യേണ്ട. കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരുന്നതാണ്. അപ്പോൾ എ ബി സി, ഇത് എ, ഇത് ബി, ഇത് സി. 3 കൊളീനിയർ എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരണം. എന്ന് പറഞ്ഞാൽ ഇത് 3 ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0. കൊളീനിയർ അല്ലെങ്കിൽ ഒരു പോയിന്റ് ഇങ്ങനെ വരുന്ന പോയിന്റുകളൊന്നും കൊളീനിയർ പോയിന്റുകളല്ല. ഇത് 3 ട്രയാങ്കിൾ ഉണ്ട്. ഇവിടെ ട്രയാങ്കിൾ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഏരിയ ഉണ്ട്. ഏരിയ 0 അല്ല. ഏരിയ 0 ആണെങ്കിൽ ഈ പോയിന്റ് താഴോട്ട് വരണം. ഈ പോയിന്റ് താഴോട്ട് വരുന്നതോറും ട്രയാങ്കിൾ ചെറുതായി വരും. അപ്പം ഇതിൽ ചേരുമ്പോൾ ട്രയാങ്കിൾ അങ്ങ് ഇല്ലാതാവും. അങ്ങനെ ഏരിയ 0 ആവും. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ 3 പോയിന്റ് കൊളീനിയർ പോയിന്റ് ഒരേ ലൈനിൽ വരുന്നു എന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ വേറെ ഒന്നും ചെയ്യേണ്ട. ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് 0 എന്ന് കിട്ടിയാൽ ആ 3 പോയിന്റും കൊളീനിയർ ആയിരിക്കും. 3 പോയിന്റ് കൊളീനിയർ പ്രൂവ് ചെയ്യാൻ വേറെ ചെയ്യേണ്ട. ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിൾ കൊളീനിയർ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരേ ലൈനിൽ വരുന്ന പോയിന്റുകളെ അറിയപ്പെടുന്നത് കൊളീനിയർ പോയിന്റ്. ഒരേ ലൈനിൽ വരുന്ന പോയിന്റുകളെ അറിയപ്പെടുന്നത് കൊളീനിയർ പോയിന്റ്. കൊളീനിയർ അല്ലെങ്കിൽ അതിനെ 3 ചേർത്ത് ട്രയാങ്കിൾ വരയ്ക്കാൻ പറ്റും. ട്രയാങ്കിൾ വരച്ചാൽ അതിനകത്ത് ഏരിയ ഉണ്ട്. കൊളീനിയർ ആണെങ്കിൽ ഒറ്റ ലൈനിൽ വരയ്ക്കാൻ പറ്റും. ട്രയാങ്കിൾ ഇല്ല അവിടെ. അപ്പോൾ ഏരിയ 0. ഇപ്പോൾ 2 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, x2 y2 1, x3 y3 1. അടുത്തത് ഈ 3 പോയിന്റ് ഉൾപ്പെടുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഇക്വേഷൻ പിടിച്ചു. അടുത്ത ഈ 3 പോയിന്റ് കൊളീനിയർ പോയിന്റ് ആവണേ എന്തോ സംഭവിക്കണം. ട്രയാങ്കിളിൻ്റെ ഏരിയ ആണോ പിന്നെ ആൻസർ 0 എന്ന് തെളിയിച്ചാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് വെർട്ടീസസ്. Find the area of the triangle with the vertices 1 0, 6 0 and 4 3. Find the area of the triangle with the vertices 1 0, 6 0 and 4 3. ഈ 3 വെർട്ടീസസ് ഉള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഏരിയ ഡിറ്റർമിനൻറ്റ് ഉപയോഗിച്ചാണ് എളുപ്പം. ഏരിയ ഈക്വൽ ചെയ്യണം ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ഹാഫ് എഴുതിയിട്ട് ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ ചെയ്യേണ്ടത് ഇവിടെ x1 y1, x2 y2, x3 y3 എന്ന് പേര് കൊടുക്കാം. ആദ്യത്തെ പോയിന്റ് x1 y1, രണ്ടാമത്തെ പോയിന്റ് x2 y2, അടുത്ത പോയിന്റ് x3 y3. അങ്ങനെയാണ് x1 y1 ഉണ്ട്. അതിന് എളുപ്പത്തിൽ നിങ്ങൾ ചെയ്യേണ്ട ആദ്യത്തെ വെർട്ടെക്സ് അതുപോലെ എഴുതുക. 1 0 അപ്പുറത്ത് 1 ഇടുക. അടുത്ത വെർട്ടെക്സ് 6 0 അപ്പുറത്ത് 1 ഇടുക. അടുത്ത 4 3 അപ്പുറത്ത് 1 ഇടുക. ഇത്ര ചെയ്യേണ്ടുള്ളൂ. ഹാഫ് എഴുതിയിട്ട് ആദ്യത്തെ വെർട്ടെക്സ് എഴുതണം. 1 0 ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ വെർട്ടെക്സ് 1 0 കഴിഞ്ഞിട്ട് അപ്പുറത്ത് 1, അടുത്ത 6 0 അപ്പുറത്ത് 1, അടുത്ത 4 3 അപ്പുറത്ത് 1. ഇനി ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്താൽ മതി. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു ഡ്രോയിങ് കൂടെ പോട്ട്
0 minus 3 minus 0 into rowing column by 6 minus 4 plus 1 into rowing column by 18 minus 0, that is equal to half into 1 into 0 minus 3 minus 3 minus 0 into എല്ലാം 0 ആയിട്ട് അങ്ങ് പോയി plus 1 into 18, that is half into minus 3 plus 18 minus 3 plus 18 15, half into 15, that is 15 by 2 square units എന്ന് കിട്ടും. അതിൻ്റെ ഏരിയ 15 by 2 സ്ക്വയർ യൂണിറ്റ്സ്, ഏരിയ കിട്ടും 15 by 2 സ്ക്വയർ യൂണിറ്റ്സ്. അപ്പോൾ ഏരിയ നമ്മൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ആദ്യത്തെ വരി 101 601 431, ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് എക്സ്പാൻഡ് ചെയ്യും, അപ്പോൾ കിട്ടുന്ന ആൻസർ ആയിരിക്കും അതിൻ്റെ ഏരിയ. അപ്പോൾ ഏരിയ കാണാൻ വളരെ എളുപ്പം ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ആദ്യത്തെ വെർട്ടെക്സ് എഴുതുക 1, രണ്ടാമത്തെ വെർട്ടെക്സ് എഴുതുക 1, അടുത്ത വെർട്ടെക്സ് എഴുതുക 1, അതുപോലെ എൻ്റെ ആൻസർ കിട്ടിക്കോളും. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ പോയിന്റ്സ് A 1 minus 1, B 2 1, show that the points A 1 minus 1, B 2 1 and C 4 5. Show that the points A 1 minus 1, B 2 1 and C 4 5 are collinear. ഈ 3 പോയിന്റ് കൊളീനിയർ ആണെന്നില്ല. ഷോ ദാറ്റ് ദ പോയിന്റ്സ് A 1 minus 1, B 2 1 and C 4 5 are collinear. ഈ 3 പോയിന്റ് കൊളീനിയർ പോയിന്റ്സ് ആണെന്നില്ല. നമുക്കറിയാം 3 പോയിന്റ് തന്നിട്ടുണ്ട്, A B C, 3 പോയിന്റ് കൊളീനിയർ ആണ്. ഈ 3 പോയിന്റ് കൊളീനിയർ ആവണം എന്തോ സംഭവിക്കണം, ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 കിട്ടണം. ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 കിട്ടിയാൽ ആ 3 പോയിന്റും കൊളീനിയർ ആയിരിക്കും. അപ്പോൾ നോക്കാം, ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ ഈക്വൽ ടു ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് x1 y1 1, 1 minus 1 1, അടുത്ത 2 1 1, അടുത്ത 4 5 1, half into determinant 1 minus 1 1, 2 1 1, 4 5 1, that is half into 1 into rowing column put 1 minus 5 plus 1, ഒരു minus 1 minus plus ആയിട്ട് plus 1 into 2 minus 4 plus 1 into 10 minus 4, that is half into 1 minus 5 minus 4 plus 1 into 2 minus 4 minus 2 plus 1 into 10 minus 4 6, that is half into minus 4 minus 2 plus 6, minus 4 minus 2 minus 6, minus 6 plus 6 0, half into 0 0. ഏരിയ 0 കിട്ടി. ഏരിയ 0 കിട്ടിയതിൻ്റെ അർത്ഥം എന്തോ, സിൻസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ABC equal to 0, ദ ഗിവൺ പോയിന്റ്സ് ആർ കൊളീനിയർ. അങ്ങനെ നമുക്ക് തന്നിരിക്കുന്ന പോയിന്റുകൾ കൊളീനിയർ പോയിന്റ് ആയി. അപ്പോൾ 3 പോയിന്റ് കൊളീനിയർ പോയിന്റ് വിളിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. അത് 3 0 ആണെങ്കിൽ ആ 3 പോയിന്റ് ഏരിയ 0 ആണെങ്കിൽ ആ 3 പോയിന്റും കൊളീനിയർ പോയിന്റ് ആയിരിക്കും. എല്ലാവരും അറിഞ്ഞിരിക്കണം, കൊളീനിയറാണെന്ന് പ്രയോഗം പറഞ്ഞാൽ വേറെ ചെയ്യേണ്ട, ആ 3 പോയിന്റ് ഉൾക്കൊള്ളുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കാണണം. അവസാനം കിട്ടുന്ന ആൻസർ 0 ആയിരിക്കണം. അതൊക്കെ ആ 3 പോയിന്റ് കൊളീനിയർ ആയിരിക്കും. അടുത്ത നമുക്ക് പഠിക്കാനുള്ള സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അതായത് രണ്ടോ അതിലധികമോ ഇക്വേഷൻ, ലീനിയർ ഇക്വേഷൻ, എക്സിൻ്റെ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് തരും. അത് ഒരു മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് അത് സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്. അതായത് ഒരു സിസ്റ്റം ഓഫ് ഇക്വേഷൻ, 2 3 ഇക്വേഷൻ നമുക്ക് തരും, 3 4 ഇക്വേഷൻ തരും. അത് മെട്രിക്സ് ഉപയോഗിച്ച് സോൾവ് ചെയ്യണം. സൊല്യൂഷൻ ഓഫ് എ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് ഇൻവേഴ്സ് ഓഫ് എ മെട്രിക്സ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മെട്രിക്സ് മെത്തേഡിൽ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. 2 3 ഇക്വേഷൻ എന്ന മെട്രിക്സ് മെത്തേഡിൽ നമുക്കതെങ്ങനെ സോൾവ് ചെയ്യാം, മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് 3 4 ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളത്. എല്ലാ സൊല്യൂഷൻ ഇക്വേഷൻ ഇല്ലാത്തതായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും 3 ഇക്വേഷൻ എന്നാൽ അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. മെട്രിക്സ് മെത്തേഡിൽ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ്. നോക്കാം. 3 ഇക്വേഷൻ. a1x plus b1y plus c1z is equal to d1 ഒരു ഇക്വേഷൻ. അടുത്ത a2x plus b2y plus c2z equal to d2. അടുത്ത a3x plus b3y plus c3z equal to d3 അടുത്ത ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ ഉണ്ട്. എക്സിനും വൈയിലുള്ള 3 ഇക്വേഷൻ. ആദ്യത്തെ a1x plus b1y plus c1z equal to d1 ഒരു ഇക്വേഷൻ. അടുത്ത a2x plus b2y plus c2z is equal to d2 വേറൊരു ഇക്വേഷൻ. a3x plus b3y plus c3z equal to d3 വേറൊരു ഇക്വേഷൻ. അപ്പോൾ 3 ഇക്വേഷൻ കൂടെ ഇത് മൂന്നും കൂടെ സോൾവ് ചെയ്ത് എക്സിൻ്റെ വൈൻ്റെ 3 ഇക്വേഷൻ്റെ 3 വേരിയബിളും കാണും. എത്ര ഇക്വേഷൻ ഉണ്ടോ അത്ര വേരിയബിൾ കാണും. അല്ല എത്ര വേരിയബിൾ ഉണ്ടോ അത്ര ഇക്വേഷൻ കാണും. ഇവിടെ എത്ര വേരിയബിൾ ഉണ്ട്? 1 2 3 വേരിയബിൾ ഉണ്ട്. അങ്ങനെ 3 ഇക്വേഷൻ ഉണ്ട് എങ്കിലേ അത് സോൾവ് ചെയ്യാൻ പറ്റും. 2 ഇക്വേഷൻ ഉള്ളെങ്കിൽ 2 വേരിയബിളേ കാണും. 2 ഇക്വേഷൻ ഉണ്ടെങ്കിൽ 2 വേരിയബിളേ ഉള്ളെങ്കിൽ 2 ഇക്വേഷൻ കാണും. 3 വേരിയബിൾ ഉണ്ടെങ്കിൽ 3 ഇക്വേഷൻ കാണും. 4 വേരിയബിൾ ഉണ്ടെങ്കിൽ 4 ഇക്വേഷൻ കാണും. അപ്പോൾ ഇവിടെ നമ്മൾ വന്നിരിക്കുന്നത് 3 ഇക്വേഷൻ. അതുകൊണ്ട് 3 വേരിയബിൾ ഉണ്ട്, എക്സും വൈയും ഇസഡും. മെട്രിക്സ് ഉപയോഗിച്ച് ഈ 3 ഇക്വേഷനെ സോൾവ് ചെയ്യണം. മെട്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഇക്വേഷനെ സോൾവ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ അങ്ങ് മെട്രിക്സ് ഇക്വേഷനാക്കി മാറ്റണം. ഇതിനെ ഒരു മെട്രിക്സ് ഇക്വേഷനാക്കി മാറ്റണം. മെട്രിക്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിൻ്റെ കോഎഫിഷ്യൻസ് a1 b1 c1, അടുത്ത a2 b2 c2, അടുത്ത a3 b3 c3. ആദ്യം അതിൻ്റെ കോഎഫിഷ്യൻസ് അങ്ങ് എഴുതണം. പിന്നീട് വേരിയബിൾസ് എക്സ് വൈ സെഡ്. സീക്വൽ വലതുവശത്ത് കോഎഫിഷ്യൻസ് d1 d2 d3. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ 3 ഇക്വേഷൻ മെട്രിക്സ് ഇക്വേഷനാക്കി അങ്ങ് മാറ്റി. അതായത് മെട്രിക്സ് ഇക്വേഷൻ ആക്കി ആദ്യം ചെയ്യേണ്ടത് അതിൻ്റെ കോഎഫിഷ്യൻസിൻ്റെ മെട്രിക്സ് എഴുതാം. കോഎഫിഷ്യൻ്റെ എക്സിൻ്റെ വൈൻ്റെ കൂടെ വരുന്ന സംഖ്യകൾ a1 b1 c1 അതാണ് ഈ മെട്രിക്സിൽ ആദ്യത്തെ വരി. അടുത്ത a2 b2 c2, അടുത്ത a3 b3 c3 ഇൻറ്റു പിന്നെ മെട്രിക്സ് ഓഫ് അൺനോൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട അൺനോൺ വേരിയബിൾസ് എക്സ് വൈ സെഡ്, പിന്നെ കോഎഫിഷ്യൻസ് d1 d2 d3. അപ്പോൾ ആദ്യം കോഎഫിഷ്യൻ്റ് എഴുതി, പിന്നെ വേരിയബിൾ എഴുതി, പിന്നെ അതിൻ്റെ വലതുവശത്ത് തന്നെ d1 d2 d3. ഈ മെട്രിക്സിനെ തിരിച്ച് മൾട്ടിപ്ലൈ ചെയ്ത് തന്നെ കിട്ടും. ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക. എങ്ങനെ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ കൊടുത്തേ a1 ഇൻറ്റു ഈ റൗണ്ട് ഈ കൊടുത്തേ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 ഒന്നാമത്തെ ഇക്വേഷൻ കിട്ടും. അടുത്ത റൗണ്ട് a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2 അടുത്ത റൗണ്ട് കൊടുത്തേ a3x പ്ലസ് b3y പ്ലസ് c3z ഈക്വൽ ടു d3. അങ്ങനെ 3 ഇക്വേഷൻ കിട്ടും. ആദ്യത്തെ റൗണ്ട് ആദ്യത്തെ കൊടുത്തേ a1x പ്ലസ് b1y പ്ലസ് c1z ഈക്വൽ ടു d1 ഒരു ഇക്വേഷൻ. അടുത്ത a2x പ്ലസ് b2y പ്ലസ് c2z ഈക്വൽ ടു d2 അങ്ങനെ കിട്ടും. അപ്പോൾ ആദ്യത്തെ റൗണ്ട് കൊടുത്തത് ഇതിനെ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഇക്വേഷൻ തന്നെ കിട്ടിയിരിക്കും. തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഇതിന് നമ്മൾ ഏത് പേര് കൊടുക്കുന്നു? എ എക്സ് ഈക്വൽ ടു ഇതിന് ബി. ഈ മെട്രിക്സ് ഓഫ് കോഎഫിഷ്യൻസ് നമ്മൾ ക്യാപിറ്റൽ എന്ന പേര് കൊടുക്കും. മെട്രിക്സ് ഓഫ് അൺനോണിന് എക്സ് എന്ന് പേര് കൊടുക്കും. ഈ വലതുവശത്ത് വരുന്ന d1 d2 d3ക്ക് ബി എന്ന് പേര് കൊടുക്കും. അപ്പോൾ വേറെ എ ഈക്വൽ ടു എ ഏതാണെന്ന് ചോദിച്ചാൽ മെട്രിക്സ് a1 b1 c1 a2 b2 c2 a3 b3 c3 a. എക്സ് ആണെന്ന് ചോദിച്ചാൽ മെട്രിക്സ് ഓഫ് കോളം മെട്രിക്സ് എക്സ് വൈ സെഡ്. ബി ആണെന്ന് ചോദിച്ചാൽ കോളം മെട്രിക്സ് d1 d2 d3. അപ്പോൾ എ ആയി എക്സ് ആയി ബി ആയി. നമുക്ക് യഥാർത്ഥം കണ്ടുപിടിക്കേണ്ട ഏതാ? എക്സ് ആ കാണണ്ടേ? നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് ആ. എക്സ് കാണാൻ ചെയ്യേണ്ടേ ഇവിടെ ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഇവിടെ ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻറ്റു എ ഇൻവേഴ്സ് എ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ഐ ഇൻറ്റു എക്സ് തന്നെ. വലതുവശത്ത് എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻവേഴ്സ് ബി. നമ്മൾ എക്സ് കാണാൻ ചെയ്തേ ഇവിടെയും ഒരു എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എ ഇൻവേഴ്സ് വഴി പോയിട്ട് എക്സ്, ഇവിടെ എ ഇൻവേഴ്സ് ഇൻറ്റു ബി എ ഇൻവേഴ്സ് ബി. അപ്പോൾ എന്തായാലും എക്സ് കാണുന്ന ഇക്വേഷൻ അറിഞ്ഞിരിക്കണം എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എക്സ് കാണുന്ന ഇക്വേഷൻ ഏറ്റവും അവസാനം അറിഞ്ഞിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എക്സ് കാണാൻ ചെയ്യേണ്ടേ എയുടെ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എ ആണെന്ന് ചോദിച്ചാൽ ഈ കോയിഫിഷ്യൻ മെട്രിക്സ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒറ്റ കാര്യമുള്ളൂ, മെട്രിക്സ് വരെ സോൾവ് ചെയ്യാൻ എയുടെ ഇൻവേഴ്സ് കാണും, കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണും. അതിനെ പിന്നെ ഈ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു ഇൻവേഴ്സ് കാണും, മൾട്ടിപ്ലൈ ചെയ്യണം, ഇത്രയേ ഉള്ളൂ. എക്സ് കാണുന്നത് എ ഇൻവേഴ്സ് ഇൻറ്റു ബി. നല്ലൊരു അറിഞ്ഞിരിക്കണം. എ ഇൻവേഴ്സ് കാണാൻ ചെയ്യേണ്ടേ കോയിഫിഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് കാണുക, അതിനെ ബി കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എ എന്ന് പറഞ്ഞാൽ
പ്രധാനമായിട്ട് ചെയ്യേണ്ട കോഎഫിഷ്യൻ മെട്രിക്സിൻ്റെ ഇൻവേഴ്സ് വേണമെന്നുള്ളതാണ്. ആ എ ഇൻവേഴ്സ് ഉണ്ട്, ബി എ ഇൻവേഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. എല്ലാവരും അറിഞ്ഞിരിക്കണം. അവസാനം അറിഞ്ഞിരിക്കേണ്ട എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. വെച്ചൊരു ക്വസ്റ്റ്യൻ നോക്കാം. സോൾവ് 5x plus 2y equal to 4 and 7x plus 3y equal to 5. Solve 5x plus 2y equal to 4 and 7x plus 3y equal to 5. ഇത് സോൾവ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിനെ മെട്രിക്സ് ഇക്വേഷൻ ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് 5 2 7 3 ഇൻറ്റു എക്സ് വൈ ഈക്വൽ ടു 4 5. ഇതിനെ മെട്രിക്സ് ഇക്വേഷൻ തിരിച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കി ഇത് തന്നെ കിട്ടും. ഈ റോണ്ട് ഇപ്പോഴത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ 5x plus 2y equal to 4, 7x plus 3y equal to 5. That is ax equal to b, where a equal to 5 2 7 3, x equal to xy, b equal to 4 5. നമ്മൾക്ക് x കാണാത്ത വേണ്ടി x is equal to a inverse into b. x is equal to a inverse into b. x കാണുന്നത് a inverse into b. ഒറ്റ കാര്യമുള്ളൂ, എയുടെ ഇൻവേഴ്സ് ആണോ അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എയുടെ ഇൻവേഴ്സ് ആണോ അതിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എ ഏതാ? എ ഈക്വൽ ടു 5 2 7 3. എ ഇൻവേഴ്സ് ആണോ ഇക്വേഷൻ ഏതാ? കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. എ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ. അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് എ. ഇനി ഇത്രയേ ഉള്ളൂ. അഡ്ജോയിൻറ്റ് ഓഫ് എ ആണോ ഡിറ്റർമിനൻ്റ് ആണോ ഡിവൈഡ് ചെയ്യും. അതിനുവേണ്ടി ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കാം. ഈ എ ഇൻവേഴ്സ് എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് 5 2 7 3. 5 2 7 3 ക്രോസ് ചെയ്ത വാല്യൂ കണ്ടുപിടിച്ചാൽ 15 - 14 ആൻസർ 1 കിട്ടും. അപ്പോൾ ഡിറ്റർമിനൻ്റ് എ കിട്ടി, 15 - 1 കിട്ടി. അപ്പോൾ എ ഇൻവേഴ്സ് ആണ് അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. കാര്യം ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ 0 ആണെങ്കിൽ അത് ഇൻവേഴ്സ് ഉള്ളൂ. അപ്പോൾ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കിയപ്പോൾ നമുക്ക് ആൻസർ 1 കിട്ടി. അതുകൊണ്ട് ഡിറ്റർമിനൻ്റ് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഡിറ്റർമിനൻ്റ് ഇനി നമുക്ക് വേണ്ടിയ നമ്മുടെ ഉദ്ദേശം എ ഇൻവേഴ്സ് ആണെന്നുള്ള ഒറ്റ കാര്യമുള്ളൂ. എയുടെ ഇൻവേഴ്സ് കാണുക. എ ഇതാ എ ഇൻവേഴ്സ് ആണ് ഇക്വേഷൻ. അഡ്ജോയിൻറ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ്. ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ചു. ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല. 0 വന്നാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ആദ്യം ഡിറ്റർമിനൻ്റ് കണ്ടുപിടിച്ച് നോക്കി. എൻ്റെ ആൻസർ 1 കിട്ടി. ഇനി അഡ്ജോയിൻറ്റ് ഓഫ് എ കാണണം. 2/2 ഡിറ്റർമിനൻ്റ് ആണ്. അഡ്ജോയിൻറ്റ് ഓഫ് എ കാണാൻ എളുപ്പമാണെന്ന ദിവസം കഴിഞ്ഞ ദിവസം പറഞ്ഞു. 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിൻറ്റ് കാണാൻ ചെയ്യേണ്ടത് എന്ത് മാത്രമേ ഉള്ളൂ, ഇത് രണ്ടും കൂടെ ഇൻ്റർചേഞ്ച് ചെയ്യണം. ഇതിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആകണം. 3 - 2 - 7 5. അഡ്ജോയിൻറ്റ് ഓഫ് എ കിട്ടി. 2/2 ആയതുകൊണ്ടാണ് അഡ്ജോയിൻറ്റ് ഓഫ് എങ്ങനെ കാണാൻ പറ്റുക. അല്ലെങ്കിൽ C11 C12 എല്ലാം കാണാം. ചെയ്തത് ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റി. 3ഉം 5ഉം ഇൻ്റർചേഞ്ച് ചെയ്തതിൻ്റെ ചിഹ്നം ഓപ്പോസിറ്റ് ആയി, രണ്ടും മൈനസ് ആയി. അപ്പോൾ അഡ്ജോയിൻറ്റ് ഓഫ് എ ആയി, ഡിറ്റർമിനൻ്റ് എ ആയി. അഡ്ജോയിൻറ്റ് ഓഫ് എയും കിട്ടി, ഡിറ്റർമിനൻ്റ് എയും കിട്ടി. നമുക്ക് വേണ്ടിയത് എക്സ് ആണ് ഇക്വേഷൻ. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അഡ്ജോയിൻറ്റ് ഓഫ് എ. എന്നിട്ട് അവസാനം therefore എ ഇൻവേഴ്സ് ഈക്വൽ ടു അഡ്ജോയിൻറ്റ് ഓഫ് എ 3 - 2 - 7 5. ഇവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ. ബൈ ഡിറ്റർമിനൻ്റ് എ 1/1 എഴുതിയാലും കാര്യമില്ല. അല്ലെങ്കിൽ ഇവിടെ 3 ആയിരുന്നെങ്കിൽ ഇവിടെ ഡിറ്റർമിനൻ്റ് 3 ആണെങ്കിൽ നമ്മൾ 1/3 എഴുതിയിട്ട് വന്നത്. 1 ആയതുകൊണ്ട് 1/1 എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ എ ഇൻവേഴ്സ് ആയി. ഇനി എക്സ് കാണുന്ന ഇക്വേഷൻ എങ്ങനെയാണ്? എ ഇൻവേഴ്സ് ഇൻറ്റു എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ഇൻറ്റു ബി. അപ്പോൾ അത് എ ഇൻവേഴ്സ് നമുക്ക് കിട്ടി. 3 - 2 - 7 5 ഇൻറ്റു ബി 4 5. ഇത് നമ്മൾ ആദ്യം എഴുതിയായിരുന്നു 4 5. അപ്പോൾ 3 - 2 - 7 5 ഇൻറ്റു 4 5. എ ഇൻവേഴ്സ് ഇൻറ്റു ബി. എ ഇൻവേഴ്സിനെ ബി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സാധാരണ പോലെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദറ്റ് ഈസ് ഈക്വൽ ടു 3 × 4 12 - 10
-28 plus 25. ഈ റോ കൊണ്ട് ഈ കൊടുത്ത് 3 into 4 12, 2 into -5 -10, 7 into 4 -74 -28 plus 5, that is 2 -3. അപ്പോൾ x is equal to നമുക്ക് കിട്ടി 2 -3, that is x എന്ന് പറഞ്ഞാൽ ഏതാ, xy equal to matrix 2 -3. a ഇൻവേഴ്സിനെ b കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ഇതാ a ഇൻവേഴ്സ് ഇൻറ്റു b. therefore x എത്ര ആയിരിക്കും, 2y -3. അങ്ങനെ x 2y -3 കിട്ടി. അപ്പം ഇത്രയേ ഉള്ളൂ, a ഇൻവേഴ്സിനെ b കൊണ്ട് മൾട്ടിപ്ലൈ. ഇത് a ഇൻവേഴ്സ് ഒറ്റ റോയും ഒരു കോളേ ഉള്ളൂ. അപ്പോൾ ആദ്യത്തെ റോ കൊണ്ട് തന്നെ ആദ്യത്തെ കോളത്തെ 3 into 4 12, 2 into 5 -10. അപ്പോൾ ഒന്നാമത് വരിയായിട്ട് എഴുതി. പുറത്തോട്ട് മൾട്ടിപ്ലൈ വേറെ കോളല്ലോ, ഉണ്ടെങ്കിൽ നമ്മൾ എഴുതിയിട്ട് വന്നേ. അപ്പോൾ ആൻസർ കിട്ടി x 2ഉം y -3. അങ്ങനെ മെട്രിക്സ് മെത്തേഡ് 2x2 മെട്രിക്സ് 2 വേരിയബിൾ ആയതുകൊണ്ട് 2x2 മെട്രിക്സ് വന്നു. അതിനെ നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് പഠിച്ചു.